കഴിഞ്ഞ മാസം അതായത് സെപ്റ്റംബറിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ FIIs ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഏകദേശം 35,000 കോടി രൂപയാണ് പിൻവലിച്ചത്. എന്നിട്ടും നിഫ്റ്റിക്ക് കാര്യമായ പരിക്കുകളൊന്നും സംഭവിച്ചില്ല, നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള മുന്നേറ്റവും കാണിക്കുകയുണ്ടായി. ഇതിനൊക്കെ കാരണം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഏകദേശം 65,000 കോടിയുടെ റെക്കോർഡ് നിക്ഷേപം നടത്തി എന്നുള്ളതാണ്. വിപണിയെ താങ്ങി നിർത്തുന്നതിന് DIAയുടെ ഒരു സപ്പോർട്ടാണ് ഇവിടെ നമ്മൾ കണ്ടത്. പ്രധാന സൂചികകൾ ഒരു റേഞ്ചിൽ തുടരുമ്പോൾ പോലും യഥാർത്ഥ അവസരങ്ങൾ പ്രത്യേക സ്റ്റോക്കുകളിലും സെക്ടറുകളിലുമായിട്ട് ഒളിഞ്ഞിരിക്കുന്നു. എല്ലാവരും റിലയൻസിന്റെയും TCSന്റെയും ഒക്കെ അടുത്ത നീക്കത്തിനായിട്ട് കാത്തിരിക്കുമ്പോൾ സ്മാർട്ട് മണി നിശബ്ദമായിട്ട് ചില മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലേക്ക് ഒഴുകുകയാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് അടുത്ത ആഴ്ച നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ ചലിപ്പിക്കാൻ ശേഷിയുള്ള അത്തരം സ്റ്റോക്കുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മാർക്കറ്റിൽ മറ്റുള്ളവരെക്കാൾ പുറകിൽ നിൽക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടാൻ കാരണമായേക്കും. ഇങ്ങനെ നിങ്ങൾ മടുത്തെങ്കിൽ ഇതാണ് നിങ്ങളുടെ അവസരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 4 സ്റ്റോക്കുകൾ പരിചയപ്പെടുത്തി തരാം. അതിൽ ചിലതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, കാരണം അവയിലേക്കുള്ള സ്മാർട്ട് മണിയുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. കേരളത്തിലെ സ്റ്റോക്കുകളുടെ ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളെ കുറിച്ച് മാർക്കറ്റ് റൗണ്ടപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ സ്മാർട്ട് മണി എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് കണ്ടെത്തുകയും അതിലൂടെ നിങ്ങൾക്ക് ഒരു മുൻതൂക്കം നൽകുകയും ചെയ്യുന്നതിനായി ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ പുതിയ ഡേറ്റകൾ അരിച്ചെടുത്ത് ബ്ലോക്ക് ഡീലുകൾ, ഡെലിവറി ശതമാനത്തിലെ അസ്വാഭാവിക വർധനവ്, ഓപ്ഷൻ ചെയിനിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് കേന്ദ്രീകരണം, ഇവയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടുകൾ എവിടെയാണ് രഹസ്യമായി നിക്ഷേപം നടത്തുന്നതെന്ന് കണ്ടെത്താൻ ഞാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ തിങ്കളാഴ്ച വിപണി തുറക്കുന്നതിന് മുൻപ് ഈ പ്രവർത്തനക്ഷമമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു മുൻതൂക്കം ലഭിക്കുന്നു. ഇത് വെറും ഒരു സിദ്ധാന്തമല്ല, മറിച്ച് ഡേറ്റയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിർണായകമായിട്ടുള്ള ഉൾക്കാഴ്ചയാണ്. അത്തരത്തിലുള്ള അനാലിസിസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിയേക്കുക. നിങ്ങൾക്ക് ഒട്ടും ഖേദിക്കേണ്ടി വരില്ല. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോക്കുകളിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റ മോട്ടോഴ്സ് വെറും ഒരു വാഹന നിർമ്മാതാവല്ല, ഇന്ത്യയിലെ പാസഞ്ചർ ഇലക്ട്രിക് കൊമേഴ്സ്യൽ വാഹന വിപണിയിലെ ഒരു അതികായനാണ്. എന്നാൽ മിക്ക റീറ്റെയിൽ നിക്ഷേപകരും ശ്രദ്ധിക്കാത്ത ഒരു വലിയ മാറ്റം ഈ കമ്പനിയിൽ സംഭവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ തന്നെ സ്റ്റോക്ക് ഏകദേശം 7% ഇടിഞ്ഞിരുന്നു. പലരും വളരെ പരിഭ്രാന്തരായിട്ട് സ്റ്റോക്ക് വിറ്റുമാറുകയും ചെയ്തിരുന്നു. യഥാർത്ഥ അവസരങ്ങൾ ഇവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം ഈ സ്റ്റോക്ക് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മാറ്റത്തിന്, അതായത് ഡീമർജിങ്ങിന് തയ്യാറെടുക്കുകയാണ്. ഒക്ടോബർ 14 റെക്കോർഡ് ഡേറ്റ്. അന്ന് കമ്പനി അതിന്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ CV അതുപോലെ തന്നെ പാസഞ്ചർ വെഹിക്കിൾ PV ബിസിനസ്സുകളെ 2 സ്വതന്ത്ര കമ്പനികളായിട്ട് വിഭജിക്കുകയാണ്. നിലവിലുള്ള ടാറ്റ മോട്ടോർ ഷെയറിനും നിങ്ങൾക്ക് പുതിയ ചെയ്യാൻ പോകുന്ന കൊമേഴ്ഷ്യൽ വെഹിക്കിൾ കമ്പനിയുടെ ഒരു ഷെയർ കൂടി സൗജന്യമായിട്ട് ലഭിക്കും. അനലിസ്റ്റുകൾ ഇതിനെ ഒരു വാല്യൂ അൺലോക്കിംഗ് ഇവന്റ് ആയിട്ടാണ് കാണുന്നത്. നിലവിൽ സ്റ്റോക്കിന് 675-700 ഇടയിലാണ് ഒരു കൺസോളിഡേറ്റഡ് വാല്യൂ ഉള്ളത്. ഈ ഒരു ഡീമർജർ ഒരു വലിയ ഉത്തേജനമായിട്ട് മാറാനും സാധ്യതയുണ്ട്. ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് നൽകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ 850 മുതൽ 900 വരെ ടാർഗറ്റ് എത്താനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നു. ഈ ഒരു ചാർട്ടിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ മൂവിംഗ് ആവറേജുകൾ അതുപോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ആണ്. സോളാർ ഇൻഡസ്ട്രീസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സോളാർ പാനലുകളാണ് ഓർമ്മ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതൊരു വ്യാവസായിക എക്സ്പ്ലോസീവ് നിർമ്മാണ കമ്പനിയാണ്. അതുപോലെ തന്നെ ഡിഫൻസ് എക്യുപ്മെന്റ്സ് നിർമ്മാണത്തിലും അവർ ഏർപ്പെട്ടിരിക്കുന്നു. അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയായത് കാരണം തീർച്ചയായിട്ടും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇതിന് പുറകിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു AI സ്റ്റോക്ക് അല്ല എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. എന്നാൽ മികച്ച അവസരങ്ങൾ പലപ്പോഴും ആൾക്കൂട്ടം ശ്രദ്ധിക്കാത്ത ഇടത്താണ് ഉള്ളത് എന്നുള്ളതാണ് പറയാൻ ശ്രമിക്കുന്നത്. പ്രൊമോട്ടർമാർക്ക് 73% എന്നൊരു വലിയൊരു ഹോൾഡിംഗ് ഈ കമ്പനിയിലുണ്ട്. ഇത് മാനേജ്മെന്റിന്റെ ശക്തമായ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ യഥാർത്ഥ എഡ്ജ് ഇതൊന്നുമല്ല. കമ്പനിയുടെ ഓർഡർ ബുക്ക് 16,800 കോടിയിലധികമാണ് എന്നുള്ളതാണ്. അതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഏകദേശം 15,000 കോടിയും വരുന്നത് പ്രതിരോധ മേഖലയിൽ നിന്നാണ്. കഴിഞ്ഞ ഒക്ടോബർ 8 ഓൾ ഇന്ത്യയുടെ സബ്സിഡറി ആയിട്ടുള്ള SCCL നിന്ന് 483 കോടിയുടെ ഒരു പുതിയ ഓർഡർ ലഭിച്ചതും കമ്പനി അറിയിക്കുകയുണ്ടായി. ഖനനത്തിൽ നിന്നുള്ള സ്ഥിര വരുമാനവും പ്രതിരോധ മേഖലയിൽ നിന്നുള്ള വലിയ ഓർഡറുകളും ഈ സ്റ്റോക്കിനെ ഒരു പവർ ഹൗസ് ആക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. വിപണി ഇപ്പോഴും ഇതിനെ ഒരു സാധാരണ കെമിക്കൽ സ്റ്റോക്ക് ആയിട്ട് കാണുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റൊന്നാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂവിംഗ് ആവറേജസും അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ അഥവാ IRFC ആണ്. നമ്മുടെ റഡാറുള്ള മൂന്നാമത്തെ സ്റ്റോക്കാണ്. ഇന്ത്യൻ റെയിൽവേയുടെ സാമ്പത്തിക നട്ടെല്ലാണ് ഈ ഒരു സ്ഥാപനം. റെയിൽവേയുടെ 2.5 ലക്ഷം കോടിയിലധികം വരുന്ന വാർഷിക മുതൽ മുടക്കിന്റെ സിംഹഭാഗവും കണ്ടെത്തുന്നത് IRFC ആണ്. ഓരോ പുതിയ റെയിൽവേ ലൈനും പണം നൽകുന്നത് ഇവരാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്റെ അവസരം എന്താണെന്ന് നമുക്ക് നോക്കാം.
സ്റ്റോക്ക് അതിന്റെ 52 വീക്ക് ഹൈയിൽ നിന്നും വളരെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥ കാറ്റലിസ്റ്റ് അടുത്ത ആഴ്ച വരാനിരിക്കുന്ന ഒക്ടോബർ 15 കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അതിൽ അവർ രണ്ടാം പാദത്തിന്റെ സാമ്പത്തിക ഫലങ്ങളും ഇടക്കാല ഡിവിഡൻഡും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഡിവിഡൻഡിന്റെ റെക്കോർഡ് തീയതി ഒക്ടോബർ 24 ആയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. സർക്കാർ പിന്തുണയുള്ള സ്ഥിരവരുമാനമുള്ള എന്നാൽ വിപണി താൽക്കാലികമായിട്ട് അവഗണിച്ച ഒരു സ്റ്റോക്കാണ് IRSC. ഒരു ഡിവിഡൻഡ് പ്രഖ്യാപനവുമായിട്ട് വരുമ്പോൾ സ്റ്റോക്കിൽ പുതിയ താല്പര്യം ഉണ്ടാകാൻ വലിയ രീതിയിൽ വില മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. IRFCയുടെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൂടി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. IRFCയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റോക്ക് ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ GMDC ആണ്. അവസാനമായിട്ട് ആരും ശ്രദ്ധിക്കാത്ത ഒരു വാല്യൂ പ്ലേ ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഇതൊരു ടെക് സ്റ്റോക്ക് അല്ല, മറിച്ച് ലിഗ്നൈറ്റ്, ബോക്സൈറ്റ് തുടങ്ങിയ ധാതുക്കൾ ഖനനം ചെയ്യുന്ന ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ്. വ്യാവസായിക ശൃംഖലയുടെ നിർണായകമായിട്ടുള്ള എന്നാൽ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഭാഗമാണിത്. GMDCയുടെ പ്രധാന ആകർഷണം അതിന്റെ ഡിവിഡൻഡ് ഈൽഡാണ്. ഏകദേശം 1.7% മുതൽ 3.3% വരെ ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട്. കുറഞ്ഞ വിലയും ഉയർന്ന ഡിവിഡൻഡും നൽകാൻ കമ്പനിക്ക് കഴിയുന്നുണ്ട്. കൂടാതെ ഇതൊരു സർക്കാർ കമ്പനി ആയതിനാൽ ബിസിനസ്സിൽ സ്ഥിരതയുണ്ട് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. അനലിസ്റ്റുകൾ ഈ സ്റ്റോക്കിന് ഒരു 650-700 വരെയുള്ള വില പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് നിലവിലെ നിലവാരത്തിൽ നിന്ന് മികച്ച ഒരു മുന്നേറ്റം നൽകും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പെട്ടെന്നുള്ള ലാഭത്തിനുള്ള ഒരു സ്റ്റോക്ക് അല്ല, മറിച്ച് സ്ഥിരമായിട്ടുള്ള വരുമാനത്തിനും മൂല്യവും ആഗ്രഹിക്കുന്നവർക്കുള്ള വിപണിയുടെ ഒരു ബഹളങ്ങളിൽ നിന്ന് മാറി അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. ഇത്രയുമാണ് ഇനി അടുത്ത ആഴ്ചയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 ഇന്ത്യൻ സ്റ്റോക്കുകൾ. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എടുക്കാം. അടുത്ത ആഴ്ചയിലേക്കുള്ള 4 സ്റ്റോക്കുകൾ ഒന്നുകൂടി നോക്കാം. ടാറ്റ മോട്ടോഴ്സ് ഡീമർജറിലൂടെ ഒരു വലിയ വാല്യൂ അൺലോക്കിങ്ങിന് തയ്യാറെടുക്കുന്നു. രണ്ടാമതായിട്ട് സോളാർ ഇൻഡസ്ട്രീസ് മറഞ്ഞിരിക്കുന്ന പ്രതിരോധ ബിസിനസ്സിലൂടെയും പുതിയ ഓർഡറുകളിലൂടെയും ഒരു നിശബ്ദ മൾട്ടി ബാഗർ ആകാൻ സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് IRSC സർക്കാർ പിന്തുണയും വരാനിരിക്കുന്ന ഡിവിഡൻഡ് പ്രഖ്യാപനവും വഴി ഒരു ഷോർട്ട് ടൈം അവസരം വരുന്നുണ്ട് എന്ന് തന്നെ കരുതാം. നാലാമതായിട്ട് GMDC ആകർഷകമായിട്ടുള്ള ഡിവിഡൻഡും സ്ഥിരതയാർന്ന ബിസിനസ്സുമുള്ള ഒരു ഡീപ് വാല്യൂ ഇൻകം പ്ലേ ആയിട്ട് നിലകൊള്ളുകയാണ്. 4 വ്യത്യസ്ത അവസരങ്ങൾ ഓരോന്നിനും ശക്തമായിട്ടുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇനി നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ഏത് സ്റ്റോക്കാണ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്ന് താഴെ കമന്റ് ചെയ്യുക. ഓരോ കമന്റ് വായിക്കുമ്പോഴും ഞങ്ങൾക്ക് അത് വളരെ നല്ല എനർജിയാണ് ലഭിക്കുന്നത്. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെച്ചേക്കുക. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം.